അപ്പോഴുണ്ടായിരുന്ന പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഏകദേശം 28 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 16-18 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ബാക്കിയായിരുന്നു. നാട്ടിലെ അന്നുണ്ടായിരുന്ന 28 ലക്ഷത്തിൽ നിന്ന് 62 ലക്ഷത്തോളം ആളുകൾക്ക് 1600 രൂപയായി സ്ഥിരമായി പെൻഷൻ കൊടുത്തു വന്നൊരു സർക്കാരാണ് സാർ. ഈ നാട്ടിൽ ഒരു കാലത്ത് നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നാഷണൽ ഹൈവേ അടക്കം, ജയിൽ പൈപ്പ് ലൈൻ അടക്കം, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മേഖലകൾ ഒരു കാലത്തും കേരളത്തിൽ നടക്കില്ല എന്ന് ജനങ്ങൾ കണക്കൂട്ടിയത് മുഴുവൻ മാറ്റിമറിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകി മുന്നോട്ട് പോകുന്നു സാർ. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് നേരിടാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെ നേരിട്ട ഗവൺമെന്റായിരുന്നു സാർ 16 തൊട്ട് 21 വരെയുള്ള. അന്നുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, ഓഖി ദുരന്തം, അത് കഴിഞ്ഞിട്ട് നീണ്ടുനിന്ന കൊറോണ വിഷയങ്ങൾ നമുക്കറിയാം. ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസം നൽകി വീടില്ലാത്ത 4 ലക്ഷം ജനങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത് സർ, ആ മുഖ്യമന്ത്രിയുടെ ആ രാഷ്ട്രത്തിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഈ നാട്ടിൽ നടന്നത് സർ. ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുമായിരുന്ന കൊറോണയിൽ നിന്ന് ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്തത് ആ മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യമാണ് സർ. വീടില്ലാത്ത ഈ ജനങ്ങൾക്ക് 4 ലക്ഷം വീട് കൊടുത്തത് പിണറായിയുടെ ദാഷ്ട്യമാണ് സർ. ആ ദാഷ്ട്യം ഞങ്ങൾ തുടരും സർ. ആ പാവപ്പെട്ടവരുമായ മനുഷ്യർക്ക് എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും നൽകിയ ഈ ഗവൺമെന്റ് ആ ദാഷ്ട്യം, അതാണ് ദാഷ്ട്യമെങ്കിൽ ഇനി ഞങ്ങൾ തുടരും സർ. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ പുതിയ ബാച്ച് അനുവദിക്കും സർ. ഞങ്ങൾ ഇനിയും ഒരുപാട് സ്കൂളുകൾ ആരംഭിക്കും സർ. ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും സർ. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതാണ് പിണറായിയുടെ ദാഷ്ട്യമെങ്കിൽ ആ ദാഷ്ട്യം ഞങ്ങൾ തുടരും സർ.